വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് അനുവദിച്ചു. ഈ ലോകയാത്ര എത്ര ക്ഷണികമാണ്. പ്രത്യേകിച്ചും നമ്മൾ ദൈവസേനയിലായിരിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. മറിയം നല്ല അംശം തിരഞ്ഞെടുത്തു എന്നാണ് നമ്മൾ കാണുന്നത്. ദൈവസേനയിലായിരിക്കുന്ന ആ സമയമാണ് ഏറ്റവും നല്ല അംശം. കർത്താവിനോട് ചെലവഴിക്കുന്നതിനേക്കാൾ നന്നായിട്ട് മറ്റൊന്നുമില്ല. തിരുവചനം കേൾക്കുവാനും അതിലെ സത്യങ്ങൾ ഗ്രഹിക്കുവാനുമുള്ള അവസരങ്ങൾ ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി വളരെ സമർപ്പണബോധത്തോടുകൂടി ഇന്നത്തെയും ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കുവാനും അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരുന്നത് പൗലോസ്ലീഹായുടെ ഒരു വലിയ സാക്ഷ്യമാണ്. താൻ പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതായിരുന്നു തൻ്റെ പ്രസംഗ വിഷയം. മാത്രമല്ല, അത് പ്രസംഗ വിഷയം മാത്രമായിട്ടല്ല, തൻ്റെ പ്രശംസാ വിഷയമായിട്ടും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മാനുഷികമായി ചിന്തിക്കുമ്പോൾ അതിൽ പ്രശംസിക്കാനായിട്ട് പറ്റുകയില്ല. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം ക്രൂശമരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശപിക്കപ്പെട്ട ഒരു മരണമാണ്. അതുകൊണ്ട് അവർക്കതിനെ അംഗീകരിക്കാൻ കഴിയില്ല. പൊതുവെ സമൂഹത്തിന് അത് ഏറ്റവും മോശമായ ഒരു മരണമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. ഏറ്റവും വലിയ കിരാതമായിരിക്കുന്ന, ഏറ്റവും വലിയ പാപിക്ക് ലഭിക്കുന്ന ആ ഒരു മരണം. എന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പൗലോസ്ലീഹ എന്തുകൊണ്ടാണ് ഞാൻ ക്രൂശിനെ പ്രസംഗിക്കുന്നു എന്ന് പറയാൻ കാരണം എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിലൊന്നാമത്തെ കാരണം നമ്മൾ കാണുകയുണ്ടായി. കർത്താവ് തന്നെ ഈ ക്രൂശ് മരണത്തെക്കുറിച്ച് ലോകത്തെല്ലാവരോടും പറയണം എന്ന് പറയുകയുണ്ടായി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൂക്കോസ് 24-ാം അധ്യായം 46-47 വാക്യങ്ങളിലൂടെ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഇത് എല്ലാവരും അറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ക്രൂശിലെ മരണം അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു സാധാരണ രീതിയിലുള്ള അർത്ഥമല്ല. അതിന് വളരെ ഗഹനമായ ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു രണ്ടാമത്തെ പോയിന്റ്, ഈ ക്രൂശിലെ മരണം എന്നുള്ളത് കർത്താവ് ജനിക്കുന്നതിന് മുൻപ് തന്നെ പ്രവാചകന്മാരിൽ കൂടെയും എഴുതപ്പെട്ടിരുന്ന ഒരു സത്യമാണ്. ഇത് നമ്മൾ അറിയുന്നത് എത്ര വലിയ കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ച് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ പാപക്കടം എങ്ങനെയാണ് അത് ഒഴിച്ചു മാറ്റുന്നത്, അതിനുവേണ്ടി താൻ ക്രൂശിൽ മരിക്കേണ്ടി വരുമെന്നുള്ള ആ ചിത്രം, അത് മുന്നമേ തന്നെ പ്രവാചകന്മാരിലൂടെ തന്നെ പ്രവചനമുണ്ട്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി, കർത്താവ് പല ആവർത്തി നമ്മളിപ്പോൾ യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും അവിടെയുള്ള പ്രധാനികൾക്കൊക്കെ ഏൽപ്പിക്കപ്പെട്ട് അവർ എന്നെ തല്ലുകയും തുപ്പുകയും കൊല്ലുകയും ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു. അപ്പോൾ കൊല്ലും അല്ലെങ്കിൽ മരിച്ചാൽ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതും കർത്താവ് പറയുകയുണ്ടായി. അതുപോലെ സംഭവിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ പരമസത്യം. ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞ ആ കാര്യം പ്രവാചകന്മാരിൽ കൂടിയും അത് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. നമ്മൾ ഈ കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു പ്രവചന നിവൃത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അനന്തരം അവൻ 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. കണ്ടോ, ആ പ്രയോഗം വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ട് പോവുകയാണ്? യെരുശലേമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മൾ യെരുശലേമിൽ ചെന്ന് കഴിയുമ്പോൾ നടക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പോലും പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്
പ്രവാചകന്മാരിലൂടെ തന്നെ മുന്നമേ പറഞ്ഞിരുന്ന കാര്യങ്ങളായിട്ട് ഇവിടെ കർത്താവ് തന്നെ പറയുക. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ താൻ തന്നെ പലർക്കും പല വിധത്തിലുള്ള ചിന്ത ഉണ്ടായി. എന്നാൽ കർത്താവ് തന്നെ പറയുകയുണ്ടായി, ഞാൻ പ്രവാചകന്മാരെയോ പ്രവചനത്തെയോ നീക്കേണ്ടത് വന്നു എന്നല്ല. നമ്മൾ മത്തായി 5:17 വായിക്കുന്നുണ്ട്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണം മനുഷ്യന് കൊടുത്തിരുന്നത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ ആർക്കും ന്യായപ്രമാണ പ്രകാരം നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് ഈ ന്യായപ്രമാണമെല്ലാം എഴുതപ്പെട്ടതുപോലെ തന്നെ നിവർത്തിക്കുവാൻ തക്കവണ്ണം കർത്താവ് അതിനു വേണ്ടിയിട്ട് തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോയി. താൻ അത് നിവർത്തിച്ചു. ന്യായപ്രമാണത്തെ പൂർണ്ണമായും നിവർത്തിച്ച ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുകയാണ്, എന്നെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നു. നമുക്കറിയാം, പ്രവചന പുസ്തകങ്ങളിൽ അനേക വിഷയങ്ങൾ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രത്യേകിച്ചും പഴയ നിയമത്തിലെ സുവിശേഷം എന്നറിയപ്പെടുന്ന യേശയ്യാ പ്രവചനം. യേശയ്യാ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ കർത്താവിനെ കുറിച്ചുള്ള, കർത്താവിന്റെ മരണത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ചും 53-ാം അധ്യായം പൂർണ്ണമായിട്ടും അതൊരു വലിയ കർത്താവിന്റെ ആ മരണത്തിന്റെ ഒരു വലിയ ചിത്രം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഓരോ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് എത്ര കൃത്യതയോടുകൂടിയാണ് കർത്താവിൽ നിറവേറിയത്. പ്രവചനങ്ങൾ ഓരോന്നും. അതുകൊണ്ട് കർത്താവിന്റെ ഈ ലോക ജനനവും ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും വീണ്ടും വരവും ഇതെല്ലാം മുന്നമേ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബൈബിളിലേക്ക് പറയുന്ന ഓരോ കാര്യങ്ങളെ എത്രമാത്രം വിശ്വസിക്കാൻ തക്കവണ്ണം നമ്മൾ കടപ്പെട്ടവരാണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, കർത്താവ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ ദുഷ്ടന്മാരോട് കൂടെ. അപ്പോൾ മരണത്തിൽ കർത്താവ് ദുഷ്ടന്മാരോട് കൂടെ ആയിരിക്കും. നമ്മള് ലൂക്കോസ് 23-ന്റെ-33-ാം വാക്യം വായിക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് എന്താണ്? 23-ന്റെ-33, തലയോടിടം എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ അവനെ ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. അപ്പോ അന്നുണ്ടായിരുന്ന ഏറ്റവും പേര് കേട്ട 2 ദുഷ്പ്രവർത്തിക്കാരെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തുവാ? കർത്താവിനെ അവഹേളിക്കാവുന്നതിന്റെ പരമാവധി അവഹേളനം. അപ്പം സാധാരണ രീതിയിൽ ചിന്തിക്കാറുള്ളത് എന്തുവാ? ഇടത്തും വലത്തുമുള്ള ആ ക്രൂരന്മാരെക്കാളും മഹാക്രൂരനാണ് മധ്യത്തിലുള്ളയാളെന്നാണ് പൊതുവെ ജനം ചിന്തിക്കുക. അപ്പോൾ വളരെ ക്രൂരനായി ചിത്രീകരിച്ചുകൊണ്ടാണ് അവിടെ കർത്താവിനെ അവര് മധ്യത്തിൽ ഈ നിലയിൽ ക്രൂശിക്കുവാനായിട്ട് ഇടയായത്. ചിന്തിക്കുക, തിരുവചനത്തിന്റെ ആ ഗാംഭീര്യം നോക്കണേ പ്രിയമുള്ളവരെ. എത്ര വലിയൊരു കാര്യമാണ്. വചനത്തിൽ തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചന വാക്യം പോലും അതിനെ തെറ്റാനായിട്ട് സമ്മതിക്കുന്നില്ല. കാരണം അത് ദൈവത്തിന്റെ അരുളപ്പാടാണ്. എല്ലാം ആദിയിലെ അവസാനം അറിയുന്ന ദൈവത്തിന്റെ അരുളപ്പാട് അതുപോലെ നിവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. വീണ്ടും നമ്മൾ അതിന്റെ അതേ യെശയ്യാ 53-ന്റെ 9-ന്റെ പാർട്ടിൽ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എന്താണ്? മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. ഇതും നമ്മൾ ഈ ലൂക്കോസ് 23-ാം അധ്യായം 50 മുതൽ 53 വരെ വായിക്കുമ്പോഴത്തേക്കും അവിടെ നമ്മൾ കാണുന്നത്, മരിച്ച ഈ യേശുക്രിസ്തുവിനെ അടക്കിയത് എവിടെയായിരുന്നു? ഒരു സാധാരണ ഒരു കല്ലറയിലല്ല. അരിമത്യ യോസഫ് എന്ന് പറയുന്ന ഒരു മന്ത്രിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ആരെയും വെക്കാത്ത ഒരു പുതു കല്ലറയിലാണ്. നമ്മള് ലൂക്കോസ് 23-ാം അധ്യായം 50 മുതൽ വായിക്കുമ്പോൾ, അരിമത്യ എന്നൊരു യഹൂദ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി, അവൻ അവരുടെ ആലോചനയ്ക്കോ പ്രവൃത്തിക്കോ അനുകൂലമല്ലായിരുന്നു. പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു.
അപ്പോൾ നോക്കണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യെരുശലേമിലൊക്കെ സാധാരണ ആൾക്കാരെയൊക്കെ അടക്കുന്നത് കല്ലറകളിലാണ്. അപ്പോൾ ഇവിടെ തനിക്ക് വേണ്ടി ഒരുക്കിയ ആ കല്ലറയിലാണ് എന്ന് പറഞ്ഞാൽ സമ്പന്നനായ മന്ത്രിയാണ്, അപ്പോൾ ഒരു സാധാരണ വ്യക്തിയല്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയ ആ കല്ലറയിലാണ് കർത്താവിൻ്റെ ശരീരം വയ്ക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഓരോ സംഭവങ്ങളും പ്രവചനം എത്ര കൃത്യതയോടു കൂടിയാണ് നിറവേറുന്നത് എന്ന് നമ്മൾ നോക്കണം. മാത്രമല്ല കർത്താവിൻ്റെ മരണസമയത്തെക്കുറിച്ച് കർത്താവിൻ്റെ ജനനത്തിന് ഏകദേശം 1000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ദാവീദ് തൻ്റെ 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്. 22-ന്റെ 16-ാം വാക്യം, അതിൻ്റെ ബി പാർട്ടിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. നോക്കണം, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. നോക്കുക, ക്രൂശുമരണത്തിൽ സംഭവിക്കുന്ന ഈ വിഷയം അന്ന് ക്രൂശുമരണം എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നതേയില്ല, സങ്കല്പിക്കാൻ പോലും പറ്റിയില്ല. എന്നാൽ അങ്ങനെയുള്ളൊരു കാലത്ത് തന്നെ പ്രവചനാത്മാവിൽ ദാവീദ് ഇവിടെ പറയുകയാണ്, അപ്പോൾ കർത്താവിൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എത്ര കൃത്യമായിട്ടാണ് ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ, ഈ അവസാന ദിവസം, കർത്താവിൻ്റെ അവസാന ദിവസത്തെ ആ 24 മണിക്കൂറിൽ 25 പ്രവചനങ്ങളാണ് നിവൃത്തിയായത്. ചിന്തിക്കണം, എത്ര അത്ഭുതാവഹമായ കാര്യമാണ്. ഓരോ തിരുവെഴുത്തും കൃത്യതയോടുകൂടി കർത്താവിൽ നിറവേറി. അതുകൊണ്ട് കർത്താവിൻ്റെ മരണം എന്നുള്ളത് ഒരു യാദൃച്ഛിക സംഭവമല്ല, അതൊരു കൊലപാതകമല്ല, അത് ഏതെങ്കിലും ബലഹീനതയുടെ ഫലമായിട്ടുള്ളതല്ല. അത് നമ്മുടെ എല്ലാം മാനവ രാശിയുടെ ആദാമ്യ സന്തതിയുടെ പാപത്തിന്റെ പ്രായശ്ചിത്ത ബലിയായി സ്വയം തന്നെ അർപ്പിക്കുകയായിരുന്നു. ഇത് കൃത്യതയോടുകൂടി തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ, തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ അതേ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ചിന്തിക്കുക, അപ്പോൾ കർത്താവിന്റെ മരണം അത് നമ്മുടെ എല്ലാവരുടെയും പാപവും അതിക്രമവും നിമിത്തമായിരുന്നു. നമ്മൾ പ്രത്യേകിച്ചും യേശയ്യാ പ്രവചനത്തിൽ ആ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശയ്യാ പ്രവചനം അതിൻ്റെ 53-ാം അധ്യായം 6-ാം വാക്യം അവിടെ വായിക്കുന്നത്: നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നോക്കുക, നമ്മുടെ എല്ലാവരുടെയും എന്ന് വെച്ചാൽ ആദാമ്യ സന്തതികളായി ലോകത്തിൽ ജനിച്ച് മരിക്കുന്ന സകല മനുഷ്യരുടെയും ഇനിയും ജനിക്കാനിരിക്കുന്നവരുടെയും എല്ലാവരുടെയും പാവവും അകൃത്യവും ദൈവം കർത്താവിൻ്റെ മേൽ ചുമത്തുകയും ചെയ്ത്. നോക്കുക, എത്ര ഭയങ്കരമായ നമ്മുടെ കർത്താവിൻ്റെ ഈ സ്നേഹത്തെ നമ്മൾ ഓർക്കണം. അവിടെയെല്ലാം എത്രമാത്രം കർത്താവ് അനുസരണമുള്ളവനായിരുന്നു. ഇന്നിപ്പം ദൈവമക്കളെന്ന് പറയുന്നവരോട് പോലും അനുസരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അനുസരിക്കാനുള്ളൊരു മനസ്സില്ല, കാരണം ഒരു റിബിൽ സ്പിരിറ്റാണ് എല്ലാവരിലും വ്യാപരിക്കുന്നത്. അവർ ഏത് ആത്മാവിന് അതിരിലാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എന്ത് കാര്യം പറഞ്ഞാലും അനുസരിക്കാനുള്ളൊരു മനോഭാവം ഇല്ല. നോക്കുക, ഭവനങ്ങളിൽ അപ്പനമ്മമാർ പറഞ്ഞാൽ മക്കളനുസരിക്കത്തില്ല, സഭയിൽ കർത്താവിന്റെ ദാസന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ അനുസരിക്കത്തില്ല, ഓഫീസിൽ അധികാരികൾ പറഞ്ഞാൽ അതിന് കീഴിലുള്ളവർ അനുസരിക്കത്തില്ല. അനുസരണക്കേട് അതെ, ആദാമ്യ സന്തതിയിൽ വാഴുന്ന ഒരു ആത്മാവാണ്. എന്നാൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മളിൽ കാണേണ്ട ഏറ്റവും വലിയ സവിശേഷത താഴ്മയാണ്. താഴ്മ നമ്മളിലേക്ക് അനുസരണം കൊണ്ടുവരുന്നു. താഴ്മയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു കാര്യം പറഞ്ഞാലും, ഇപ്പൊ കർത്താവ് ഈ നിലയിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റ് ക്രൂശിൽ മരിക്കണമെങ്കിൽ അങ്ങനെ ഒരു മരണം നമുക്കറിയാം. നമ്മൾ ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, കർത്താവ് ആരാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി എന്തായി തീർന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ അതിന്റെ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ വായിക്കുമ്പോഴത്തേക്കും അവൻ ദൈവരൂപത്തിലിരിക്കെ, നോക്കണം, അവിടുത്തെ രൂപം എന്തായിരുന്നു?
ദൈവരൂപം. ദൈവത്തിന് ഇങ്ങനെ വല്ലതും സഹിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ സഹിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവിടുന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയ വഴി അത് ഇത്ര ശ്രേഷ്ഠമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ദൈവത്തിന്റെ വഴികൾ ഉന്നതമാണ്. നമുക്ക് മാനുഷികമായി ചിന്തിച്ചത് മനസ്സിലാക്കാൻ പറ്റിയല്ല. അവിടുന്ന് ദൈവരൂപത്തിലായിരുന്നു എന്ന് പറയാൻ സാക്ഷാൽ ദൈവമാണ്. അപ്പോൾ സാക്ഷാൽ ദൈവമായ യേശുക്രിസ്തു എന്ത് ചെയ്തു? അവിടുന്ന് മനുഷ്യനായി. നമ്മൾ ചിന്തിക്കുക, സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അടങ്ങാത്ത ദൈവം നമ്മെപ്പോലെ ഒരു 6 അടി ഉയരമുള്ള ഒരു മനുഷ്യനായി തീരുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? നമ്മളൊരു നിസ്സാരം ഒരു ആനയെ മാച്ച് ബോക്സിനകത്ത് ഒരു തീപ്പെട്ടിക്കകത്താകാൻ പറ്റുമോ? ഇല്ല, അത് അസാധ്യമാണ്. എന്നാൽ ഇവിടെ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും അടങ്ങാത്ത ഈ വലിയവനായ ദൈവം നമ്മെപ്പോലെ ജഡമെടുത്ത് മനുഷ്യനായി തീർന്നു എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്ക് വിശദീകരിക്കാനായിട്ട് ഇപ്പൊ സമയമില്ലല്ലോ. പ്രിയമുള്ളവരെ, അത് അവിടുത്തെ താഴ്മയുടെ ഒരു വലിയ പടിയല്ലേ? അവിടുന്ന് മനുഷ്യനായി തീർന്നു. അടുത്ത പടി താൻ ദാസരൂപം എടുത്തുന്ന. അപ്പം ദൈവരൂപത്തിലായിരുന്നവൻ മനുഷ്യരൂപത്തിലായി, മനുഷ്യരൂപത്തിലായിരുന്നവൻ ദാസരൂപം ധരിച്ചെന്ന. ദാസനായി. ദാസൻ എന്ന് പറഞ്ഞാൽ അടിമ. നമ്മുടെ ബൈബിളിലെ കൊടുത്തിരിക്കുന്ന ദാസൻ, എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ വരേണ്ടത് അടിമയെന്നാണ്. അവൻ അടിമയായി. നമുക്കറിയാം, ഈ ക്രൂശ് മരണം ഉണ്ടായ കാലത്തും അധികവും ഈ ക്രൂശിക്കപ്പെട്ടിരുന്നവർ അടിമകളാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തായി? അടിമയായി. അവിടുന്ന് ഒരു അടിമയുടെ രൂപത്തിലേക്ക് മാറി. നോക്കുക, ഒരു അടിമയുടെ രൂപത്തിൽ. അപ്പൊ അവിടെ താൻ ദാസരൂപം എടുത്തു. ദാസരൂപം. അപ്പോൾ ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപത്തിലായി, മനുഷ്യരൂപത്തിലായിരുന്നവൻ ഒരു അടിമയുടെ രൂപത്തിലായി. എന്നിട്ട് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം എന്ത് ചെയ്തു? അനുസരണമുള്ളവനായിത്തീർന്നു. നമ്മൾ ചിന്തിക്കുക, അപ്പോൾ ആ ക്രൂശിൽ കിടക്കുമ്പോഴുള്ള തന്റെ രൂപം എന്തായിരുന്നു എന്ന് യേശയ്യാവ് പറയുന്നുണ്ട്. യേശയ്യാവ് 52-ാം അധ്യായം, അതിന്റെ 52-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നോക്കുക. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കുന്നുണ്ട്. നോക്കണം, അയ്യോ, നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ മഹാത്മ്യം, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ നമ്മൾ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ആരെന്തായി തീർന്നു? അവന്റെ രൂപം കണ്ടാൽ ആളല്ല, അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല. നോക്കണം. അപ്പം അവിടുന്ന് ഈ ലോകത്തിൽ ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപത്തിലായി, മനുഷ്യരൂപത്തിലായിരുന്നവൻ അവിടുന്ന് വീണ്ടും താഴ്ത്തി അവൻ ഒരു അടിമരൂപത്തിലായി. അവിടുന്ന് ഇതാ ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു മാംസ കഷ്ണം പോലെ തൂങ്ങിക്കിടക്കുക. ആളല്ല എന്ന് തോന്നുമാർ വിരൂപനാക്കപ്പെട്ട ഒരു അനുഭവം. നമ്മൾ ചിന്തിക്കണം, ഇവയെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിരുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവെഴുത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ 1 കൊരിന്ത്യർ അതിന്റെ 15-ാം അധ്യായത്തില് അവിടെ പൗലോസ് പറയുന്ന ആ കാര്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-4 വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിലും പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിലും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ എന്തായിരുന്നു? ഇവയെല്ലാം തിരുവെഴുത്തുകളിലും പ്രകാരമായിരുന്നു ഓരോ സംഭവങ്ങളും. അതുകൊണ്ട് തന്നെ ക്രൂശിലെ മരണത്തിന് എത്രമാത്രം മഹാത്മ്യമുണ്ടെന്ന് നമ്മൾ എത്ര അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അതിനും അപ്പുറമാണ്. അതിന് അനേക ആഴങ്ങളുണ്ട്. അത് കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം തന്റെ ശിഷ്യന്മാരോട് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. നോക്കുക, ഈ പുസ്തകങ്ങളെല്ലാം കർത്താവിനെ കുറിച്ച് എഴുതിയിരുന്നു, കർത്താവിന്റെ ജീവിതത്തിന്റെ രീതികളെ കുറിച്ച് എഴുതിയിരുന്നു, മരണത്തെക്കുറിച്ച് എഴുതിയിരുന്നു. അവയെല്ലാം അതുപോലെ നിവർത്തിക്കപ്പെട്ടു. കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പറയുന്ന ഒരു ശബ്ദം നമ്മൾ സങ്കീർത്തനം 40-ാം അധ്യായം 7-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനം
40:7. ഞാനത് ഒന്നെടുത്തോട്ടെ. 40:7. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. കണ്ടോ? അപ്പോൾ പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിക്കുവാൻ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് വന്നത് തന്നെ. ഇതിനു വേണ്ടിയാണ് അവയെല്ലാം നിവർത്തിക്കുവാൻ. നമ്മുടെ രക്ഷ എന്നുള്ളത് കർത്താവിൻ്റെ കയ്യിലെ കാര്യം മാത്രമായിരുന്നു. മനുഷ്യന് അസംഭവമായിരുന്നത് സാധ്യമാക്കുവാൻ അവിടുന്ന് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ ജനിച്ചു. പ്രിയ ദൈവമക്കളെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ വലിയൊരു രക്ഷയുടെ അനുഭവം നമുക്കുണ്ടോ? ഈ ലോക ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം രക്ഷയുടെ സന്തോഷമാണ്. ഈ രക്ഷ ഒരുക്കിയത് ദൈവം എത്രമാത്രം വലിയ വില കൊടുത്താണ് എന്ന് നമ്മൾ കാണണം. അപ്പോൾ എന്തുകൊണ്ട് ഈ ക്രൂശിൽ പ്രശംസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ കാരണം അത് തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. അത് നമ്മളുടെ വീണ്ടെടുപ്പിനോടും രക്ഷയോടുമുള്ള ബന്ധത്തിലായിരുന്നു. ഇങ്ങനെയൊരു മരണം നടന്നില്ലായിരുന്നെങ്കിൽ നാം ഒരിക്കലും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു, നാം ഒരിക്കലും വീണ്ടെടുക്കപ്പെടുകയില്ലായിരുന്നു, നാം ഒരിക്കലും ദൈവത്തിന്റെ മക്കളായി തീരുകയില്ലായിരുന്നു, നാം സ്വർഗീയ പ്രത്യാശയുള്ളവരായി തീരുകയില്ലായിരുന്നു. ചിന്തിക്കണം. അപ്പോൾ നമുക്ക് ഈ സ്വർഗീയ പ്രത്യാശ നൽകുന്നത് ഈ ക്രൂശിലെ മരണമാണ്. അത് ഈ ലോക മനുഷ്യർക്ക് അത് പോഷത്വമാണ്. അവർക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രം. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, വരം ലഭിച്ചവർക്കല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയില്ല, പിതാവ് ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഓരോ വചനങ്ങളും എത്ര കൃത്യതയോടു കൂടിയാണ് നിറവേറുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുന്നവരിൽ എത്ര പേർ ഈ രക്ഷാനുഭവം ഉള്ളവരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങൾ യഥാർത്ഥമായും നമ്മുടെ രക്ഷയാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ കർത്താവ് ഒരുക്കിയത്. ഇത് കാണുവാൻ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. കർത്താവ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്ത ആ വലിയ സ്നേഹപ്രവൃത്തി, അത് ദൈവം വെറുതെകൊണ്ടല്ല, നമ്മളെ സ്നേഹിച്ചതിന് കർത്താവ് എല്ലാം സ്നേഹത്തോടെ ചെയ്യുകയാണ് ചെയ്തത്. നമ്മളെ ആ നിത്യാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവാൻ. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നിലവിളിക്കുവാൻ കാരണം ഞാനും നിങ്ങൾ ഓരോരുത്തരും പാപത്തിന്റെ ശിക്ഷയാകുന്ന നരകശിക്ഷ അനുഭവിക്കുമ്പോൾ നരകത്തിൽ കിടന്ന് നിലവിളിക്കുന്നതിന്റെ പ്രതിധ്വനിയാ. നോക്കണം, കർത്താവ് നമ്മുടെ നരകയാതന വേദന അനുഭവിക്കുകയായിരുന്നു. നമ്മുടെ സ്ഥാനത്ത് അവിടെ കർത്താവ് നിലവിളിക്കുക. ചിന്തിക്കുക ദൈവമക്കളെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് എല്ലാ കാര്യങ്ങളും നിവർത്തിച്ചു. അതുകൊണ്ടാണ് താൻ അവസാനം തിരുവടിച്ചത് എല്ലാം നിവൃത്തിയായി. ആദാമ്യ കുലത്തിന് ആവശ്യമായിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയതെല്ലാം കർത്താവ് നിവർത്തിച്ചു. എല്ലാ പേയ്മെന്റും കൊടുത്തു തീർത്തു. ഇന്ന് നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ വലിയ രക്ഷ അത് നമ്മൾ വിശ്വാസ കണ്ണുകളെ കണ്ട് അതിനെ നമ്മൾ സ്വീകരിച്ചാൽ മതി. നമ്മൾ ഈ കർത്താവ് യേശുക്രിസ്തു എൻ്റെ പാപത്തിന്റെ ശിക്ഷയായിട്ടാണ് ക്രൂശിൽ മരിച്ചത്. അവിടുത്തെ രക്തം എൻ്റെ പാപക്കറകളെ നീക്കുവാൻ വേണ്ടിയാണ് ചൊരിഞ്ഞത്. ഈ യാഥാർത്ഥ്യം വിശ്വാസത്താൽ അംഗീകരിച്ചാൽ ആ ക്ഷണത്തിൽ നമുക്ക് പാപമോചനമുണ്ട്, നമുക്ക് വീണ്ടും ജന്മാനുഭവം ലഭിക്കും, നാം രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. ഈ യേശു എൻ്റെ കർത്താവായി എൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ, അവിടുന്നാണ് എൻ്റെ കർത്താവ്. ആ ഏക കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശദീകരിക്കുന്നു, അവിടുത്തെ എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു എന്നാരെങ്കിലും ഈ വചനം കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾ നല്ല ഹൃദയത്തോടെ, ഒരു അനുതാപ ഹൃദയത്തോടെ നിങ്ങൾ സമ്മതിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ പാപത്തിന്റെ പരിണതഫലം എത്ര ഭീകരമായിരുന്നു. നാം മരിക്കേണ്ട സ്ഥാനത്താണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് എന്നുള്ള കാര്യം മറക്കരുത്. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി, നിത്യാഗ്നിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവ് ആ ഭയങ്കരമായ നരകശിക്ഷകൾ അനുഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം നമ്മൾ വിശ്വാസത്താൽ അംഗീകരിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട്. ഞാൻ അവർക്ക് ജീവൻ കൊടുക്കുവാനും അത് ധാരാളമായി കൊടുക്കുവാനും വന്നു. ആ ജീവൻ എന്നുള്ളത് കർത്താവിന്റെ ജീവനാണ്. കർത്താവിന്റെ ജീവൻ പ്രാപിച്ച് കർത്താവ് ഉള്ളവരായി നാം ജീവിക്കണം. ഇതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തിരുവഴുത്തിനെ നിവൃത്തീകരിക്കുന്ന ഈ മരണം എവിടെയും പ്രഘോഷിക്കുവാൻ, ഈ മരണത്തിൽ അഭിമാനം കൊള്ളുവാൻ നമുക്ക് കഴിയണം.
കാരണം ആ മരണത്തിനെ കുറിച്ചുള്ള ആ സത്വാർത്തമാനമാണ് നമ്മുടെ മരണത്തെ ഇല്ലായ്മ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷം, ഈ സത്യവചനം അത് വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാൻ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. ദൈവത്തിന്റെ നാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.